കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുക. സംഭവം എന്ന് പറഞ്ഞാൽ അന്ധമായ മറ്റേ ഫാൻ ഫോളോയിങ് ഒന്നല്ല, അന്ധമായ ഒരു മറ്റേ എന്താ പറയണ്ടേ, ഭയങ്കര ഒരു സ്നേഹം, അങ്ങനെയൊന്നുമല്ല. ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് വിജയണ്ണനെ കാണാൻ പറ്റിയാൽ വിജയണ്ണ ഒരു സിനിമയിൽ ചാൻസ് വാങ്ങിച്ചു തരും. വിജയണ്ണൻ എനിക്ക് അങ്ങനെ തരും, ഇങ്ങനെ തരും. എന്താ വേണ്ടേ, പണിയെടുത്ത് ജീവിച്ചൂടെ? ഞാൻ വന്ന് ഒരു യൂട്യൂബ് വീഡിയോ ഇടുമ്പോൾ പറയണോ, എന്നിട്ട് പറയാനായിട്ട് പോയി പണിയെടുത്ത് ജീവിച്ചൂടെ? ഞാൻ പണിയെടുക്കാതാണോ ജീവിക്കുന്നത്? ഇവനൊക്കെ കണ്ടിട്ടാണോ കേട്ടിട്ടാണോ? യൂട്യൂബിൽ നിന്ന് എനിക്ക് ഒരു ദിവസം ഒരു 500 രൂപ പോലും, എനിക്ക് ഇതുവരെ 5 പൈസ കിട്ടിയിട്ടില്ല ഇതുവരെ. കാര്യം ദിവസം ഒരു 500 രൂപ പോലും കിട്ടാറില്ല. അപ്പോൾ പണിയെടുക്കാതെ പിന്നെ ജീവിക്കാൻ പറ്റുമോ? പണിയെടുക്കാതെ ജീവിക്കണം, അതാണ് സംഭവം. വിജയണ്ണനെ കണ്ടു കഴിഞ്ഞാൽ വിജയണ്ണ എനിക്ക് അങ്ങനെ ചെയ്തു തരും. വിജയണ്ണ ഒന്നും മിണ്ടി കഴിഞ്ഞാൽ മതി, ചേട്ടാ എനിക്കൊരു ചാൻസ് വായിച്ചു തരുമോ? ചേട്ടാ 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 പ്ലീസ് ചേട്ടാ, ചേട്ടാ എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഏട്ടാ, ഞാൻ ഭയങ്കരമായിട്ട് അഭിനയിക്കും ഏട്ടാ, ഞാൻ ഭയങ്കരമാണ് ഏട്ടാ, ഞാൻ അങ്ങനെയാണ് ഏട്ടാ. ഇതാണ് ലൈൻ. അതുകൊണ്ടാണ് ഈ സിനിമാ നടന്മാർ ഈ പിള്ളേരൊക്കെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നത്. അതുകൊണ്ടാണ്. എന്താണ് എന്താണ് ഭായി, അവരുടെ ഒരു പ്രൊഫഷനാണത്. ആ പ്രൊഫഷൻ ഒരു വലിയ ഒരു ഫെയിം ആൻഡ് ഫിഗർ എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യയിലുണ്ട്. അപ്പം അതവർ ചെയ്യുന്നുണ്ട്, അവരടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കാശാണ്. അപ്പം അത് കണ്ടിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കും കിട്ടും എന്ന് പറഞ്ഞ് നടക്കുന്ന സംഭവം അത് ശരിയല്ല. വിജയ് സിനിമയിൽ വരാൻ കാരണം വിജയുടെ അച്ഛനാണ്, അല്ലാതെ വിജയല്ല. പിന്നെ കുറേ ആൾക്കാരുടെ ഹെൽപ്പും കാര്യങ്ങളും, പിന്നെ കുറേ ബുദ്ധിയും, പിന്നെ കുറേ ഇതൊക്കെ ആയിട്ട് പിന്നെയാണ് പുള്ളി സൂപ്പർ സ്റ്റാർ ആയത്. അതുപോലെ തന്നെയാണ് ഒരുപാട് ആൾക്കാർ. അജിത്ത് പക്ഷേ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് അജിത്ത്. എന്താണേലും വിജയുടെ ഈ പയ്യൻ്റെ പേര് ഉണ്ണിക്കണ്ണൻ. ഈ പേരൊക്കെ എങ്ങനെ തപ്പിയെടുത്തോ എന്തോ, ശരിക്കും ഉണ്ണിക്കണ്ണൻ തന്നെയാണോ പേര്? അങ്ങനെ പുള്ളിക്ക് ഓൾ ദ ബെസ്റ്റ് നമുക്ക് പറയാനുള്ളൂ, നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത് കണ്ടിട്ട് ഇനി കുറെ എണ്ണം നടന്നു പോയി കഴിഞ്ഞാൽ വിജയെ കാണാൻ പറ്റും, അജിത്തിനെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ കഷ്ടമാണ് മക്കളെ. ദയവേത് പ്ലീസ്. അവൻ ആ സാഹചര്യം കാര്യങ്ങളൊക്കെ എന്തോ ഒരു ആദ്യമായിട്ട് ഇട്ട ഒരു ട്യൂൺ പോലെ അതങ്ങ് സെറ്റായി. അല്ലാതെ ഇതുപോലെ പണ്ട് കുറെ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ബോംബെയിലോട്ട് പോവാ, സച്ചിൻ ടെണ്ടുൽക്കറിനെ കാണണം, കാംബ്ലിയെ കാണണം, ഷാറുഖ് ഖാനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഗാംഗുലിയെ കാണണമെന്ന് പറഞ്ഞ് കൽക്കട്ടയിൽ പോവാ. ഇങ്ങനെ കുറെ വാണങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പിള്ളേരുടെ കാര്യം കോഞ്ഞാട്ടയാവും. അതാണ് സംഭവം. കാരണം റോഡ് എന്ന് പറയുന്നത് വേറെ ഒരു ലോകമാണ്. ഇന്നും റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സംഭവം വേറെയാണ് മക്കളെ, അല്ലാതെ ഈ കാണുന്ന പോലെയല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഈ ചെക്കൻ ചെയ്തതെന്നാണേലും സംഭവം അടിപൊളി തന്നെ. വിജയണ്ണനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, പക്ഷെ 10 മിനിറ്റ് കയറാൻ തീർന്ന് സംസാരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ബാലൻ ചേട്ടൻ അങ്ങനെ ചുമ്മാ പറയില്ലല്ലോ അല്ലേ. പിന്നെ അയാൾക്ക് ഈ വീഡിയോയുടെ റീച്ച് കിട്ടിയാൽ മതിയായിരിക്കും. 700,000 ഉണ്ട് പയ്യന്റെ ഇൻസ്റ്റാഗ്രാമിൽ. ബാലൻ ചേട്ടാ, യൂട്യൂബ് ബ്രൂട്ടസ്, നിങ്ങൾ ഇടയ്ക്ക് ഉണ്ടല്ലോ ഭായി, നിർത്തിപ്പോക്കൂടെ? എന്താ പറയണേ, നിർത്തിപ്പോക്കൂടെ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റൂഡായി പോകും. അത് വേണ്ടല്ലേ. എന്ത് പരിപാടി നിങ്ങൾക്ക്? എന്നെ ഒരു സ്വന്തം അനിയനെ പോലെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഇപ്പോഴും ആ ബന്ധം ഇടയ്ക്ക് വിളിക്കും, ഞാനും വിളിക്കും. ഭയങ്കര സന്തോഷം. സാർ പറയൂ സാർ. ഉണ്ണിക്കണ്ണയുടെ ഏറ്റവും വലിയ ലക്ഷ്യം വിജയ് സാറ് കാണണമെന്ന്. വിജയ് സാറിന് പറയുന്നത് ഇപ്പൊ ജസ്റ്റ് ഒരു ആക്ടർ മാത്രമല്ല, ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ, പിന്നെ സൂപ്പർ പൊളിറ്റീഷ്യൻ, നല്ല ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അടുത്ത് പോലും ആർക്കും ചെല്ലാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനില് ഉണ്ണിക്കണ്ണന്റെ സ്നേഹം കൊണ്ട്, ആത്മാർത്ഥ കൊണ്ട് ഇദ്ദേഹം അവിടെ ചെന്നു. അദ്ദേഹം ഒരു അനിയനെ പോലെ നോക്കി, ഭക്ഷണം കഴിച്ചു, സ്നേഹം പകരുന്നു. ഇതൊക്കെ നടക്കണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ണിക്കണ്ണന് കിട്ടിയിട്ടുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഗിഫ്റ്റ്, ഒരു വാച്ച് കൊടുത്ത്, അത്രേ ഉള്ളൂ. അതാണ് ഉണ്ണിക്കണ്ണൻ പറയുന്നത്. ഇതൊരു ഐശ്വര്യമായിട്ട് നിന്റെ സമയം തുടങ്ങട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എപ്പൊ എന്തായാലും ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ ആരാണ് കേട്ടോ, ഒരുപാട് ഹാപ്പിയാണ്. നീ ഓക്കെ എന്നാണേലും കൊള്ളാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിങ്ങനെ കിട്ടും, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും എന്നുള്ള പ്ലാനിങ് ആണ്. വിജയ് എന്ന് പറയുന്ന ആ ഒരു ഫിഗറിനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ ജോസഫ് വിജയ് എന്ന് പറയുന്ന മനുഷ്യനെ അല്ല. ലുക്ക് ഉണ്ടല്ലോ ലോകത്തിന്, ഇതിൽ നിന്ന് ഫുള്ളായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ സമയത്ത് വിജയ് ഒന്നുമില്ലാതെ, ഒരു ഗ്ലാസ് വെള്ളം ഇല്ലാതെ ഒരു മനുഷ്യനായിട്ട് റോഡിൽ കിടക്കുകയാണെങ്കിൽ ഈ ഫാന്, ചില ആൾക്കാർ ഒന്ന് ഹെൽപ്പ് ചെയ്യും, പക്ഷെ ഈ ഫാൻ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇത് വിജയ്ക്ക് അറിയായിരിക്കും, അതുകൊണ്ടാണ് പുള്ളി വലുതായിട്ട് മൈൻഡ് ചെയ്യാത്തത്. ഉണ്ണിക്കണ്ണൻ, ഇതൊരു ടോപ്പിക്ക് ഞാൻ കണ്ടു. കുറെ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്തില്ല, ആകെ വെരി ബിസി ആയിരുന്നു. കാര്യമൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു. എന്താണേലും
ഈ ടോപ്പിക്ക് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഉണ്ണിക്കണ്ണൻ ഇത് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പക്ഷേ കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സപ്രസ്സായി പോകും, ഡിപ്രസ്സായി പോകും എന്നൊക്കെ പറഞ്ഞ പോലെ പുള്ളി ഇത്രയും ദൂരം നടന്നു. അതായത് അന്തകൻ വിജയ് ആണോ എന്നറിയില്ല, അത് ഫ്യൂച്ചർ നമുക്ക് കാണിച്ചു തരും. പക്ഷേ അന്തമായിട്ടുള്ള വിജയ് ഫാൻസ് ഒരുപാട് ആൾക്കാരുണ്ട്. തമിഴ്നാട്ടിലാണ് കൂടുതൽ. ഞാൻ ഇടയ്ക്ക് തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തളപതി എന്ന് പറഞ്ഞാൽ നമ്മുടെ അജിത്താണ്. തളപതി എന്ന് പറഞ്ഞാൽ അയാളാണ്. അജിത്ത് കുറേ കാലം മുമ്പേ പുള്ളിയുടെ ഫാൻസ് ക്ലബൊക്കെ ഒഴിവാക്കി. പുള്ളി പറഞ്ഞു, ഇത് നിങ്ങൾ പോയി നിങ്ങളുടെ ജീവിതം നോക്ക് മക്കളെ, അല്ലാതെ ആരാധനയൊക്കെ നല്ലതാണ്, ഞാൻ ചെയ്യുന്ന പടം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ, പുള്ളി മറ്റേ മമ്മൂക്കയുടെ ഒരു ലൈനാണ്, ഞാൻ ചെയ്യുന്ന കഥയും പടവും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വന്ന് കണ്ടാൽ മതി, അല്ലാതെ ചുമ്മാ അന്ധമായിട്ട് നിങ്ങളുടെ കുടുംബത്തെ വിട്ടിട്ടൊക്കെ ആരാധിക്കേണ്ട കാര്യമില്ല എന്ന് പുള്ളി പണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ആൾക്കാർ ഇപ്പോൾ വിജയെ ആരാധിക്കുന്ന ഈ മനുഷ്യൻ, ഇവൻ ശരിക്കും വിജയുടെ ആരാധകനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റ് പറയും അല്ല. ഇപ്പോൾ ഉടനെ കുറേ നമ്മുടെ ടീംസ് വരും, നീ ആരാടാ സൈക്കോളജിയെ കുറിച്ച് പറയാൻ, നീ ഏത് മോൻ്റെ മോനാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. എൻ്റെ ഭായി, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എൻ്റെ പേജിലല്ലാതെ നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിലൊന്നല്ലോ ഞാൻ വന്ന് പറയുന്നത്, ഞാൻ എൻ്റെ പേജിലാണ് പറയുന്നത്. തനിക്ക് ഒരു കാര്യം, ഈ മറ്റേ സ്റ്റോക്കിംഗ് എന്നൊക്കെ പറയില്ലേ, സ്റ്റോക്കിങ്ങിൻ്റെ വേറെ ഒരു ഇതാണ്. തനിക്കൊരു കാര്യം വേണം എന്ന് വിചാരിക്കുമ്പോൾ അത് നേടിയെടുക്കാനുള്ള ശ്രമം, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിങ്ങനെ കിട്ടും, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും എന്നുള്ള പ്ലാനിങ് ആണ്. അല്ലാതെ വിജയ് ഇപ്പോൾ ചിലപ്പം സ്വത്തൊക്കെ പോയിട്ട് ഒന്നുമില്ല വിജയ്ക്ക്, ആരുമില്ല. ആ സമയത്ത് വിജയെ രക്ഷപ്പെടുത്തിയാൽ വലിയ റീച്ചൊന്നും കിട്ടില്ല. കാരണം വിജയ്ക്ക് ഒരു പേരും കാര്യങ്ങളൊന്നും, അതായത് ഒരു യൂസും ഇല്ല. ഈ ലോകം ആകെ കൂടെ മാറിയെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു കാഴ്ചപ്പാട്, ഇന്നത്തെ ഒരു ലുക്ക് ഉണ്ടല്ലോ ലോകത്തിന്, ഇതിൽ നിന്ന് ഫുള്ളായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ സമയത്ത് വിജയ് ഒന്നുമില്ലാതെ, ഒരു ഗ്ലാസ് വെള്ളം ഇല്ലാതെ ഒരു മനുഷ്യനായിട്ട് റോഡിൽ കിടക്കുകയാണെങ്കിൽ ഈ ഫാന്, ചില ആൾക്കാർ ഒന്ന് ഹെൽപ്പ് ചെയ്യും, പക്ഷെ ഈ ഫാൻ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇത് വിജയ്ക്ക് അറിയാമായിരിക്കും, അതുകൊണ്ടാണ് പുള്ളി വലുതായിട്ട് മൈൻഡ് ചെയ്യാത്തത്. യവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫെയിമിന് വേണ്ടിയിട്ട് വിജയ് എന്ന് പറയുന്ന ആ ഒരു ഫിഗറിനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ ജോസഫ് വിജയ് എന്ന് പറയുന്ന ആ മനുഷ്യനെ അല്ല. ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം ഇവൻ കേരളത്തിൽ നിന്ന് നടന്നു വന്നോ, അതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തു, നല്ല കാര്യമാണ്. പക്ഷേ ഇവൻ ഭയങ്കരമായിട്ടുള്ളൊരു വിജയ് ഫാനാണ്, ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറയുന്നതൊക്കെ ചുമ്മാ. അങ്ങനെ ഒരു ഫാനൊന്നും ഇല്ല ഈ ലോകത്തിൽ. നല്ല മനുഷ്യനെ നല്ല ഫാനായിട്ട് മാറാൻ പറ്റുള്ളൂ. ഇവൻ നല്ല മനുഷ്യനല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അങ്ങനെ ഒരാള് ഫുള്ളായിട്ട് ഒരാളിൽ അർപ്പിച്ച്, മറ്റേ മീരാബായി എന്ന് പറയുന്ന ആ കൺസെപ്റ്റിലൊക്കെ ഇന്നത്തെ കാലത്തിൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഉണ്ടോയെന്ന്. ഒരു 2 ദിവസം മുമ്പേ ഞാനൊരു ഹോസ്പിറ്റലിൻ്റെ വാതിക്കലായിരുന്നു. ആ സമയത്ത് 2 കുട്ടികൾ ഹോസ്പിറ്റലിൻ്റെ വാതിക്കൽ ഒരു ഫുഡ് ഇന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് കഴിക്കായിരുന്നു. എൻ്റെ അടുത്ത് 2-3 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആ 2-3 ആൾക്കാരുടെ കൂടെ കൊച്ചുകുട്ടികളുണ്ട്. ആ കൊച്ചുകുട്ടികൾക്കും അവരിങ്ങനെ മേടിച്ചു കൊടുത്തിട്ട് ഞാനും കഴിക്കുമായിരുന്നു. അവർ വേറെ സെപ്പറേറ്റ് ആയിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ 2 കൊച്ചു പിള്ളേർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, ഇങ്ങനെ യാ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. ഇത് തമിഴ്നാട്ടിലാണേ. പസിക്കിതയ്യ ഇങ്ങനെ കാണിച്ച ഉടനെ എനിക്കാകെ ഒരു എംബാരസ്മെൻറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ മുഖം തിരിച്ചിട്ട് ഇങ്ങനെ ആ കൊച്ചുകുട്ടികളായിട്ടുള്ളവർ, കാരണം അവർക്കറിയാം ഇത് വിശന്നിട്ടല്ല ഈ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കൊച്ചുകുട്ടികളോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ആ കൂടെ വിഷമം, ഫുഡ് ഇറങ്ങുന്നില്ല. ആ ഫുഡ് നിങ്ങൾക്ക് തന്നാൽ അത് തെറ്റല്ലേ? ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡാണ്. വേറെ ഫുഡ് വാങ്ങിച്ചുതരാമെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചും ചിന്തിക്കാനുണ്ട് കുറച്ച് പോയിന്റ്സ്. ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ ഒരു കാര്യം പറയാണ് കേട്ടോ, സൈക്കോളജിക്കൽ. ഞാൻ പിള്ളേരോട് തന്നെ പറഞ്ഞു. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഇത് കളിയാക്കാനുള്ള ഒരു മെറ്റീരിയൽ. ഇവന് ആരുടെ ഭ്രാന്താണ്, ആ കുറച്ച് കുട്ടികൾക്ക് വല്ല കൊടുത്തൂടെ, ഇങ്ങനെയൊക്കെ പറയും കുറേ ആൾക്കാർ. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഞാനിത് പറഞ്ഞു,
ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ പാവപ്പെട്ട ആൾക്കാരും ഞാൻ ഒരു മോശമായിട്ടുള്ള ആളുമാണ് എന്നാണ് തോന്നുന്നത് എന്ന് ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇപ്പൊ ആ ഒരു പുള്ളി നിങ്ങൾക്ക് 20 രൂപ തന്നോ, മറ്റേ ആള് 10 രൂപ തന്നോ, മറ്റേ ആള് 10 രൂപ തന്നോ, എത്ര പേര് കാശ് തന്നോ? കാരണം ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ്. ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കാരുടെ മാനസിക ആ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അവർ ചിന്തിക്കുന്ന രീതി വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. പണ്ട് അവരെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ആ രീതിയിലേ ആയിരിക്കില്ല അവർ ആ സമയത്ത്. കാരണം അവരുടെ മാനസിക സന്തുലൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഹിന്ദിയിൽ. ആ ഒരു മാനസിക നില അത് വളരെയധികം ഇങ്ങനെ ഡിപ്രിഷിയേറ്റ് ആയിട്ടുള്ള ഒരു സമയമാണത്. അതുകൊണ്ട് ആൾക്കാർ ഇഷ്ടം പോലെ കാശ് തരുന്നുണ്ട്. ഒരു മണിക്കൂറിൽ എനിക്ക് വന്ന പിള്ളേർ ഒരു 10-500 രൂപ ഉണ്ടാക്കും അവിടെ നിന്ന്. എന്നാലും വന്നിട്ട് ചോദിക്കുകയാണ്. കാരണം അതൊരു വിശപ്പല്ല, അതൊരു സ്ട്രാറ്റജിയാണ്, അതൊരു ബിസിനസ്സാണ്. ഞാൻ ഇത് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് സാധനം കൈയൊക്കെ കഴുകി അത് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ അവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു 2-3 ഓറഞ്ച് ഉണ്ടായിരുന്നു. ഞാൻ ഓരോ ഓറഞ്ച് എടുത്ത് ഈ പിള്ളേർക്ക് കൊടുത്തു. ആ ഓറഞ്ച് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ വിശക്കുന്നു എന്നല്ലേ പറഞ്ഞാൽ, നിങ്ങൾ കഴിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ ആ പിള്ളേരുടെ ഒരു എക്സ്പ്രഷൻ കാണുന്നത് പുച്ഛം എന്ന് പറയുന്നത്. നമ്മുടെ നവരസം പഠിപ്പിക്കുമല്ലോ നമ്മുടെ ശ്രീനിവാസൻ സാറിനെ, ജഗതി സാർ, എനിക്ക് അതാണ് ഓർമ്മ വന്നത്. എന്താ ഒരു എക്സ്പ്രഷൻ! ഞാൻ നോക്കിയിട്ട് ആ ഓറഞ്ചിലോട്ട് നോക്കുന്നു, എന്നെ നോക്കുന്നു, ഇങ്ങനെ എന്നെ ഒരു നാറ്റം പോലെ എന്നെ ഇങ്ങനെ കഴിവേരി എന്നുള്ള രീതിയിൽ അതായത് ഈ 2 പിള്ളേർ ഇവിടെ നിന്ന് വിഷയം തിണ്ടുമ്പോൾ പുറകില് അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അവിടെ 2 പിള്ളേർ ഇരിപ്പുണ്ട്. അവർ കുറച്ച് പ്രായമുള്ള ആൾക്കാർ. ഒരുത്തിനൊരു 16 വയസ്സ്, അടുത്ത ആൾ ഒരു 25 വയസ്സ്. ഈ 2 പിള്ളേരാണ് ഇവരുടെ രക്ഷകർത്താവോ അല്ലെങ്കിൽ ബോസോ അല്ലെങ്കിൽ ചേട്ടനോ അനിയനോ എന്തോ ഒരു സംഭവം. ഇവരെ പേടിപ്പിച്ചല്ലെന്ന് തോന്നുന്നു. അവരെന്തോ ആ ഹോസ്പിറ്റലിലോട്ട് വന്നിട്ടുണ്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ ഇവര് ഈ പിള്ളേരെ വെച്ച് ഒരു കച്ചവടം ഉണ്ടാക്കുന്നതാണ്. അതാണ് ഇത് സംഭവം. കാശ് കൊടുക്കാതിരുന്നത് ഞാൻ വലിയ മറ്റിടത്തെ മോനായതുകൊണ്ടൊന്നല്ല, ഓറഞ്ച് കൊടുത്തത് ഞാൻ വലിയ മറ്റിടത്തെ മോനായതുകൊണ്ടൊന്നല്ല. പക്ഷെ ഇതിനകത്ത് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. നമ്മളെ ഭക്ഷണം കഴിക്കുമ്പോൾ വന്നിട്ട് നമ്മളെ പ്രൊവോക്ക് ചെയ്യാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇത് വരും. അതേപോലെയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ കാലമായിട്ട് പുള്ളി ഫാനാണ് എന്നൊക്കെ പറയുന്നു. കാരണം ഒരു കാര്യത്തിൽ ഉറച്ചു നിന്ന് അതിലോട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാമെന്നുള്ളതിന് ഒരു എക്സാമ്പിളാണ് പുള്ളി. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പുള്ളിക്ക് അഗേൻസ്റ്റ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളി എന്ന് പറയുന്നത് ഈ ഒരു വിജയ് എന്ന് പറയുന്ന ഒരു ഇന്ന് മഹാനാണ്, നാളെ ശരിക്കും മഹാനായിട്ട് മാറുമോ എന്ന് നമുക്ക് നോക്കാം. ആ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ട് പുള്ളി ഈ ഉണ്ണിക്കണ്ണൻ ചെയ്യുന്ന ഈ പരിപാടിയാണ്. എന്താണേലും ഉണ്ണിക്കണ്ണന് ഓൾ ദ ബെസ്റ്റേ പറയാനുള്ളൂ. ഇതിന്റെ ഇടയിൽ ബാലൻ ചേട്ടൻ വന്നിട്ടുണ്ട്, നമ്മുടെ ആക്ടർ ബാല. എന്നെ ഒരു സ്വന്തം അനിയനെ പോലെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഇപ്പോഴും ആ ബന്ധം ഇടയ്ക്ക് വിളിക്കും, ഞാനും വിളിക്കും. ഭയങ്കര ഒരു വാച്ചൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ സമയം ഇതോടെ തെളിയും കേട്ടോ. അവന്റെ സമയം കാണും തെളിയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ട്രോൾ മെറ്റീരിയൽ ആവും മനുഷ്യ. ബാല ദുഷ്ട. എന്താണ് പറയട്ടെ, എവിടെയൊക്കെ വള്ളിയുണ്ടോ അവിടെയൊക്കെ ബാലയുണ്ട്. അതാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഇപ്പൊ ചിലപ്പം പുള്ളി ഇത് കാണാനൊന്നും പോകുന്നില്ല എന്റെ ചാനൽ, അത് വരെ കഥ. ബാലൻചേട്ടന്റെ ഫാൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് നേരെ തെറി പറഞ്ഞിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പറഞ്ഞോളൂ, അതൊക്കെ യൂട്യൂബ് മാറ്റിക്കോളും, അല്ലാത്തത് അവിടെ കിടക്കും. അതാണേലും ഉണ്ണിക്കണ്ണന്റെ ഈ കാര്യം ഞാൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. പക്ഷെ ആൾക്കാർക്ക് എല്ലാവർക്കും അത് മനസ്സിലാവുമെന്ന് അറിയില്ല. ഞാൻ വലിയ മറ്റിടത്തെ മോനായതുകൊണ്ടല്ല കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ കുറച്ചൊരു നിങ്ങൾ ആലോചിക്കണം. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. എന്ന് പറയുന്നത് നിങ്ങൾ ഫുള്ളായിട്ടൊന്നും കാണാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. ആണേലും ഉണ്ണിക്കണ്ണൻ ഓൾ ദി ബെസ്റ്റ്.